ഓരോ ടെന്റുകൾ കെട്ടിയിട്ട് ജീവിക്കുന്ന സമയത്ത് മക്കയിലുള്ള ഖുറൈശികൾ പറഞ്ഞയക്കുകയാണ്. മദീനയിൽ പോയി നോക്കിയിട്ട് മുഹമ്മദിനും അനുയായികൾക്കും എന്താണ് പണി എന്ന് നോക്കണേ. അങ്ങനെയാണ് തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളായ ആളുകളെ പറഞ്ഞയക്കുകയാണ്. തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോ തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരുപാട് പഞ്ഞികൾ കൊടുക്കുകയാണ്, ഒരുപാട് കോട്ടനുകൾ കൊടുക്കുകയാണ്. അങ്ങനെ ആ കോട്ടനുമായിട്ട് ചെവിയിൽ തിരികിയിട്ടാണ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ മഹാനായ തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുന്നത്. അത് ഒരിക്കലും എടുത്തു പോകരുത് എന്ന് ശത്രുക്കൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അവർക്കറിയാം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സ്വഹാബാക്കൾ ഖുർആൻ ഓതും, അത് കേൾക്കുമ്പോൾ ഇവന്റെ മനസ്സ് മാറും എന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് നല്ലൊരു ഈണം ഇങ്ങനെ ചെവിയിലോട്ട് വരികയാണ്. മെല്ലെ ആ പരുത്തി എന്ന് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ് കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദമാണ്. അങ്ങനെ അത് രണ്ടാമത് തിരിച്ചു വെക്കാൻ തോന്നിയില്ല. രണ്ടാമത്തെ ചെവിയിൽ നിന്നും അത് വലിക്കുകയാണ്. എന്നിട്ട് ഓത്തിങ്ങനെ കേൾക്കുമ്പോ നബിയുടെയും സഹാബാക്കളുടെയും അവസ്ഥകൾ ചാരനായിട്ട് അറിയിച്ചു കൊടുക്കാവുന്ന തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ആ കോലത്തിൽ മടങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പോയിരുന്നു കൊണ്ട് ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന് മക്കയിലേക്ക് തിരിച്ചു പോയ ആളാണ് മഹാനായ തുഫൈൽ ദൗസി റളിയല്ലാഹു അൻഹു. എന്തേ ഇവിടെ മാറ്റമുണ്ടായതെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ അങ്ങോട്ട് കേട്ടതുകൊണ്ടാ, വിശുദ്ധമായ ഖുർആൻ അങ്ങോട്ട് ശ്രവിച്ചതുകൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, വിശുദ്ധമായ ഖുർആനിന്റെ ക്ലാസ് കേൾക്കുമ്പോ, അതിന്റെ പാരായണം കേൾക്കുമ്പോ അല്ലാഹു എന്നെ നന്മയിലേക്ക് ക്ഷണിക്കുന്നുവല്ലോ. ഞാൻ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നരകപ്പുണ്ടാരം എനിക്ക് നാളെ കിട്ടുമല്ലോ എന്നുള്ള മുന്നറിയിപ്പുകളുമാണ് ഖുർആൻ തരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും എഴുത്തുകാരുമൊക്കെ പ്രഭാഷകരുമൊക്കെ വിശുദ്ധമായി ഇസ്ലാമിനെ ഇങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഖുർആൻ പറയുന്നുണ്ടോ ഒരാളെ വലിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ മനുഷ്യനോടും അല്ലാഹു തആല കൽപ്പിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ആ മനുഷ്യന് കഴിയുന്നത് മാത്രമേ. 5 വക്ത നിസ്കാരം കൽപ്പിച്ചു, അത് മനുഷ്യന് സാധ്യമാകുന്നതാണ്. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, അത് എല്ലാവർക്കുമില്ല, സമ്പത്തുള്ളവരോട് മാത്രമാണ്. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, അത് കഴിവുള്ളവരോട് മാത്രമാണ്. നിസ്കാരിക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ. അതുകൊണ്ട് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം നിലനിർത്താൻ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, നോമ്പ് നോൽക്കാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു ആശയം പോലും മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല. മനുഷ്യന്മാരായ നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ, കുടുംബപരമായ പ്രശ്നങ്ങൾ വരുമ്പോ, അയൽവക്കപരമായ പ്രശ്നങ്ങൾ വരുമ്പോ, നാട്ടിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോ, വിശ്വാസികളെ നമ്മൾ എടുക്കേണ്ട നിലപാട് സ്വന്തമായ നിലപാടല്ല. വിശുദ്ധമായ ഖുർആൻ അവിടെയും പഠിപ്പിക്കുകയാണ്, വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ വല്ല കാര്യങ്ങളിലും തർക്കം വന്നാൽ ഇസ്ലാം എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, തിരുസുന്നത്ത് എന്ത് പറയുന്നു, അതിലേക്ക് മടങ്ങണേ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്.